അപ്പോൾ ശരിക്കും നമ്മൾ ലോ ബി പി എന്ന് പറയുന്ന അവസ്ഥ, ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്, ഒരേ അവസ്ഥയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്ന ആൾക്കാർ പോസ്ചറൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് പൊതുവെ സംഭവിക്കാറെന്ന് പൊതുവേ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതൊരു എന്താണ് അടച്ച് പറയാവുന്ന, അത് ബാക്കിയെല്ലാം സേഫ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇത്തരം അസുഖങ്ങളുണ്ട് എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ രക്തസമ്മർദ്ദത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രകടമായിട്ടൊരു രോഗലക്ഷണം ഇല്ലാത്തത് കൊണ്ട് കനോട്ട് ബി ഡിറ്റക്റ്റഡ്. ഒരു മെർക്യൂറി ആ ഒരു ബി പി അപ്പാരറ്റസ് വെച്ച് ചെക്ക് ചെയ്യാനും പറ്റാത്ത ഒരു രോഗവും കൂടിയാണ്. ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ബി പിയുടെ ആ ഒരു റീഡിങ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഓക്കെ നമുക്ക് ഇങ്ങനെ വരും, എനിക്കൊരു ക്ഷീണമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു തലവേദന ഉണ്ട്, എനിക്ക് ഒന്ന് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തേക്കാൻ നമ്മൾ പെട്ടെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതെ, ഇപ്പൊ ലോ ബി പിയുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 90/60 കുറയുമ്പോഴാണ് അപ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ ഉണ്ടാകുന്ന സിംറ്റംസ് നമുക്ക് അറിയാമല്ലോ. തളർച്ച, കാഴ്ചക്കുറവ്, ഇതൊക്കെയാണ് അതിന്റെ ഒരു അവസ്ഥ. അപ്പൊ ലോ ബി പിയെ കുറിച്ചും ഹൈ ബി പിയെ കുറിച്ചും കൂടുതൽ പറയാം. നമുക്കൊരു സെഗ്മെന്റ് കണ്ടിട്ട് തിരിച്ചു വരാം. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നത്തെ വിഷയം സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ നവരത്ന കല്ലുകളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ താല്പര്യമുണ്ട് ജന്മനക്ഷത്ര കല്ലുകൾ ഇടുക അല്ലെങ്കിൽ നവരത്ന കല്ലുകൾ ഇടുക. ഇത്തരം കല്ലുകൾ ഇടുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ജന്മനക്ഷത്ര കല്ലുകൾ, ഈ ജന്മനക്ഷത്ര കല്ലുകളുടെ പ്രസക്തി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒത്തിരി പേർക്ക് അത് അറിയാനുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് ഈ ജന്മനക്ഷത്ര കല്ലുകൾ എന്ന് പറയുന്നത് തന്നെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നക്ഷത്ര കല്ലുകൾ രത്നങ്ങളാണ്, നവരത്നങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം രത്നങ്ങളായിരിക്കണം, ഒറിജിനൽ രത്നങ്ങൾ, യഥാർത്ഥ രത്നങ്ങളായിരുന്നാൽ മാത്രമേ ഈ കല്ല് ധാരണത്തിൻ്റെ ഒരു ഗുണത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ ഒരു സംഭവം, ഈ കല്ല് ധരിച്ചാൽ ഒരു മനുഷ്യനുണ്ടാവുന്ന എഫക്ഷൻ ഒരു 100% ഒരു ജീവിതത്തിൻ്റെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ കല്ലിൻ്റെ ധാരണം കൊണ്ട് ആകെ 1% അതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ആകെ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നാൽ 1% മാത്രമേ ഇതിൻ്റെ ഗുണമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഈ കല്ല് ധാരണത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് കല്ല് ധരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളുടെ മോതിര വിരലിൽ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും മോതിര വിരലിൽ ഒരു സ്വർണ്ണ മോതിരം, അതാണ് അണിവിരൽ, അണിവിരലിൽ ഒരു സ്വർണ്ണ മോതിരം ധരിച്ചാൽ ഈ കല്ല് ധരിക്കുന്നതിനേക്കാൾ ഒത്തിരി പ്രയോജനമുണ്ടാവും. നമുക്ക് 2 പ്രയോജനമുണ്ട്. ഒന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഈ സാധനം ഒന്നിൽ ഊരി വിൽക്കാം അല്ലെങ്കിൽ പണയം വയ്ക്കാം. ഇങ്ങനെ പ്രാക്ടിക്കൽ ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ കല്ല് എന്ന് പറയുന്ന സാധനം നവരത്ന കല്ലിലേക്ക് തന്നെ വരാം. അപ്പോൾ ആദ്യമായിട്ട് നവരത്ന കല്ലിൻ്റെ ഒരു പ്രാധാന്യം, ഒന്ന് സൂര്യദശയുടെ കല്ലായ മാണിക്യം. ഈ മാണിക്യം എന്ന് പറയുമ്പോൾ അത് നാഗമാണിക്യമാണ്. നാഗമാണിക്യം എന്നാൽ നാഗത്തിൻ്റെ, സർപ്പത്തിൻ്റെ തലയിലിരുന്ന് 60 വർഷത്തിന് ശേഷം സർപ്പം സൂര്യനെ നോക്കി കുതിക്കുമ്പോൾ അങ്ങനെ കുതിക്കുന്ന സർപ്പത്തിൻ്റെ തലയിൽ മാത്രമേ മാണിക്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുതിക്കുന്ന സമയത്ത് അതിൻ്റെ തലയിൽ നിന്ന് വീണ് കിട്ടുന്നതാണ് നാഗമാണിക്യം എന്നാണ് ശരിക്കുള്ള പുരാണ അറിവ്. അപ്പോൾ ഈ കല്ല് ആരുടെ ഭവനത്തിലാണോ വീണ് കിട്ടുന്നത് അവൻ അവിടെ മുതൽ രക്ഷപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കല്ല് ഒരാൾക്കും കൊടുക്കില്ല. കാരണം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് നമ്മളുടെ ഭവനത്തിൽ വെച്ചാൽ തന്നെ നമുക്ക് സർവൈശ്വര്യം വരെയാണ്. അപ്പോൾ ആ കല്ലാണ് നമുക്ക് ഇന്ന് ഏത് ഒരു ജ്വല്ലറി ഷോപ്പുകളിലോ അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്തോ ഈ കല്ലും പറഞ്ഞിരിക്കുന്ന ആരുടെ അടുത്ത് ചെന്നാലും ലോഡ് കണക്കിന് നവരത്ന കല്ല് കിട്ടും. അപ്പോൾ മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് ഈ മാണിക്യം എന്ന് പറയുന്ന കല്ല് വളരെ ദുർലഭമാണ്. വളരെ ദുർലഭം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ രാജവാഴ്ച കാലഘട്ടത്തിലാണിത് ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം പല അമൂല്യ വസ്തുക്കളും ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് രാജാ സമക്ഷം സമർപ്പിക്കണം. ആ ഒരു ഭയപ്പാടുണ്ടായിരുന്നതുകൊണ്ട് രാജാവിന് ഇത് കിട്ടും, ഒറിജിനൽ തന്നെ കിട്ടും. പിന്നെ പണ്ട് കാല രത്നവ്യാപാരികൾ രാജാക്കന്മാരാണ് കൂടുതൽ ഇതിൻ്റെ കമ്പം കയറി നടന്ന ആളുകൾ. അപ്പോൾ ആ കാലഘട്ടത്തിലെ രത്നവ്യാപാരികളെല്ലാം ഒറിജിനൽ രത്നം തന്നെയാണ് വിറ്റിരുന്നത്. അതിൻ്റെ കാരണം ഇന്നത്തെ ശിക്ഷാരീതിയും അന്നത്തെ ശിക്ഷാരീതിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒറിജിനൽ അല്ലാതെ രാജാവിനെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉടവാളൂരി അപ്പോൾ തന്നെ വിധി പ്രസ്താവിക്കും. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള കല്ലും ഇന്ന് കാണുന്ന കല്ലിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ നവരത്ന കല്ലിൽ ആദ്യത്തെ കല്ലായ മാണിക്യം എന്ന് പറയുന്ന കല്ല് തന്നെ ഒറിജിനൽ കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നവരത്ന കല്ല് ധാരണം തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 45,000 50,000 ഒക്കെ ചിലവഴിച്ച് കല്ലിന് മാത്രം 45,000, മോതിരത്തിൻ്റെ പൈസ സ്വർണ്ണം ആയതെങ്കിൽ നമുക്ക് റിവേഴ്സ് ആവും. അപ്പോൾ ഈ കല്ലെല്ലാം വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തിരിച്ചു കൊടുത്താൽ ആകെ വജ്രത്തിൻ്റെ പൈസ മാത്രമേ ഈ ജ്വല്ലറിയിൽ നിന്ന് റീഫണ്ട് ആവുള്ളൂ.
അപ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാക്കുക ഈ കല്ല് സത്യമാണെങ്കിൽ നമ്മളുടെ ഒരു ചോദ്യം, ഈ കല്ലെല്ലാം സത്യം എന്ന് ഇവർ പറയുന്നുണ്ട്, അങ്ങനെ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് തിരിച്ചെടുത്തുകൂടാ? എല്ലാവരും പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവിടെ നിന്നുള്ളതാണ് ഒറിജിനലാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഒറിജിനൽ എല്ലാവർക്കും കൈമാറ്റം ചെയ്യാം. ഇപ്പോൾ ഹാൾമാർക്സിൻ്റെ സ്വർണ്ണാഭരണം കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ ഈ കാര്യത്തിലേക്കും വരാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നില്ല ആ ഒരു കാര്യം. അപ്പോൾ നവരത്ന കല്ലിൽ ആദ്യത്തെ കല്ലായ മാണിക്യം ഒറിജിനൽ കിട്ടില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സൂര്യദശയുടെ കല്ല് എന്ന് പറയുന്ന ഈ മാണിക്യ ധാരണം നമ്മൾ നിർദ്ദേശിക്കുന്നില്ല, കാരണം അതിന് ഒറിജിനൽ കിട്ടില്ല. പിന്നെ മാണിക്യം ജന്മനക്ഷത്ര കല്ലായി വരുന്നവരുണ്ടാവില്ലേ? അതാണ് സൂര്യദശയുടെ കല്ലായ മാണിക്യം. ജന്മനക്ഷത്ര കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല, ഒരാൾക്കും കൊടുക്കുന്നില്ല, കാരണം ഒറിജിനൽ ആയിട്ടുള്ള മാണിക്യക്കല്ല് കിട്ടില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് ധരിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ മാണിക്യം എന്ന് പറയുന്ന കല്ല് നമ്മളത് നിർദ്ദേശിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ വരുന്നത് ചന്ദ്രദശയാണ്. ഈ ചന്ദ്രദശയുടെ കല്ല് എന്ന് പറയുന്നത് മുത്താണ്. അപ്പോൾ അത് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കല്ലുകളൊന്നും ധരിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കല്ല് ധരിക്കണമെന്നുള്ളവർ എനിക്ക് തോന്നുന്നത് ചെറിയ എമൗണ്ടിന് വാങ്ങിച്ചിട്ടൊക്കെ ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്തായാലും നമ്മളുടെ ഒരു ആഗ്രഹം സഫലമാവുകയും ചെയ്യും, പൈസ അധികം പോവേയില്ല. അപ്പോൾ പോയി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് മുത്താണ് രണ്ടാമത്തെ കല്ല്, ഈ ചന്ദ്രദശയുടെ. അപ്പോൾ അതിനധികം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു കല്ലാണ്. പിന്നെ മൂന്നാമത് വരുന്നത് ചൊവ്വയുടെ ദശയുടെ കല്ലായ ചെമ്പവിഴമാണ്. ഈ ചെമ്പവിഴത്തിനും മാർക്കറ്റിൽ അധികം റേറ്റ് ഒന്നും കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം, ഇതിൽ രസകരമായൊരു കഥ പോലെ പറയാവുന്നൊരു കാര്യം, ഞാൻ ഈ ഏലസ് ഇങ്ങനെയുള്ള കാര്യമെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങുന്നത്. അത് ഒറിജിനൽ വെള്ളി ആയിരിക്കണം, നിർബന്ധമുണ്ട്. അതേപോലെ സർപ്പത്തെ ആവാഹിക്കാനുള്ള സർപ്പരൂപം അതും ഒറിജിനൽ സ്വർണ്ണത്തിൽ തന്നെ വേണം. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരു ജ്വല്ലറി ഈ കല്ല് ഇങ്ങനെയുള്ള എല്ലാം കൂടി വിൽക്കുന്ന ഒരു കടയിലാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്യാൻ പോയപ്പോൾ കല്ലെല്ലാം ഒറിജിനൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാം ഒറിജിനലുണ്ട്, ഏത് വേണമെങ്കിലും തരാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ മാണിക്യം കിട്ടുമോ? മാണിക്യമില്ല, അത് ഒറിജിനലില്ല, അതുകൊണ്ടില്ല. ശരി, എന്നാൽ അടുത്തത് മരതകപ്പച്ച, അടുത്ത വിലയുള്ള ഒരു കല്ല് മരതകപ്പച്ചയാണ്. അപ്പോൾ ഈ മരതകപ്പച്ച നിങ്ങൾ നല്ല ഒറിജിനൽ തരുമോ? ഒരു 3 ക്യാരറ്റ്. അപ്പോൾ ആൾ പറഞ്ഞു തരാം. എത്ര രൂപയാവും? 20,000 രൂപയാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉറപ്പായിട്ടും 20,000 രൂപയ്ക്ക് ഈ 3 ക്യാരറ്റ് തരുമോ? അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, 40,000 ആവും. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചു, 40,000 രൂപയ്ക്ക് 3 ക്യാരറ്റ് ഒറിജിനൽ തരുമോ? അപ്പോൾ ആൾ പറഞ്ഞു 60 ആവും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ ഈ ഒറിജിനൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ശരിക്കും ഒറിജിനൽ ഈ സാധനം കണ്ടിട്ടുണ്ടോ, വിറ്റിട്ടുണ്ടോ? അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, വിറ്റിട്ടില്ല. എന്നാൽ അയാളുടെ അടുത്ത് കല്ലുണ്ട്. ഈ കല്ലിന് 50 രൂപ, 100 രൂപ, 150, 200 രൂപ, അതിന് മേലെ ഒരു റേറ്റുള്ള കല്ല് അയാളുടെ കയ്യിലില്ല. അപ്പോൾ അത് ഇങ്ങനെയുള്ള കല്ലുകളാണ് കൂടുതലും വന്നിട്ട് നമ്മൾ ഈ പറയുന്ന 10,000, 15,000, 20,000, 30,000, അതായത് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്ന പോലെ ഈ കല്ല് വരുന്നത് ആവശ്യക്കാരനാണ് വില. നിങ്ങൾക്ക് ഈ കല്ല് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ, മുത്താണ് വാങ്ങേണ്ടതെങ്കിൽ അവിടെ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് ചെമ്പവിഴം ചോദിക്കുക. അപ്പോൾ ചെമ്പവിഴത്തിൻ്റെ വില പറയും, അതാണ് നിങ്ങളുടെ ആവശ്യം. ഈ ചെമ്പവിഴം നമുക്ക് താല്പര്യം കാണിച്ചിട്ട് വെറുതെ മുത്തിന് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ മുത്തിന് വില പറയും. മുത്ത് വില കുറവായിരിക്കും, കാരണം നമ്മൾ ചോദിക്കുന്ന രത്നത്തിനായിരിക്കും വില കൂടുതൽ, വേണ്ടാത്ത കല്ലിന് വില കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ ആ കല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വില പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു സത്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മരതകപ്പച്ച എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾ പറഞ്ഞു മരതകപ്പച്ച ഞാൻ കണ്ടിട്ടില്ല, വിറ്റിട്ടില്ല. പക്ഷേ ആളുടെ കയ്യിലൊരു വജ്രമോതിരം കിടക്കുന്നുണ്ട്, അത് ഒറിജിനലാന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളുടെ പരമ്പരയായിട്ട് കൈമാറി വരുന്നൊരു മോതിരമാണ്, അല്ലാതെ കല്ലിൻ്റെ ഗുണം അനുസരിച്ചല്ല. ഈ തമിഴന്മാരൊക്കെ ആകുമ്പോൾ ഇത്തിരി പ്രതാപം കിട്ടാൻ വേണ്ടിയിട്ടാണ് വജ്രമോതിരം ധരിക്കുന്നത്, അതുകൊണ്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും ശുക്രദേശകാലമാണോ? ശുക്രദേശമാണെങ്കിൽ മാത്രമേ ഈ വജ്രധാരണം പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് നേരെ വിപരീത ഫലമാണ്. അപ്പോൾ അവരോട് ഞങ്ങളുടെ പരമ്പരയുടെ പഴക്കമായതുകൊണ്ട് ഞങ്ങൾ ധരിക്കുന്നു, ഇതിൻ്റെ ഗുണവും ദോഷവും നോക്കിയിട്ടൊന്നും അല്ല ധരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് കൈകാര്യം ചെയ്യുന്ന പലർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യമെല്ലാം അറിയാമെങ്കിൽ പോലും ഒരു തൊഴിലാണ്, ആ തൊഴിലിന് ധനം വേണം, എല്ലാവർക്കും ജീവിക്കാൻ വരുമാനം വേണം. അപ്പോൾ ജനം ഇത് കല്ലൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു കരുതിയിട്ട് ഓടി കണ്ണി കണ്ട കല്ലെല്ലാം വാങ്ങിച്ച്, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്ലും നമ്മളിവിടെ നിന്ന് നമ്മളായിട്ട് നിർദ്ദേശിച്ച് ഇതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് പറയുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കല്ല് കയ്യിൽ ധരിച്ചുകൊണ്ടൊന്നും അങ്ങനെ ഓവറായിട്ടൊരു ഗുണം കിട്ടാമെന്നില്ല. നേരിയ ഒരു ഗുണം, അതിന് ബദലായിട്ട് അണിവിരലിൽ സ്വർണ്ണമോതിരം ധരിച്ചാൽ ഈ കല്ല് ധരിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഫലം ഉണ്ടാവും, ആർക്കായിരുന്നാലും, പുരുഷനായാലും സ്ത്രീക്കായാലും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 2 ഗുണം നടക്കും. ഒന്ന്, നമുക്ക് പറ്റാത്ത സമയത്ത് ഇത് വിൽക്കാം, അല്ലെങ്കിൽ പണയം വയ്ക്കാം, ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു കാര്യം കിട്ടും. ഈ കല്ലെല്ലാം കയ്യിൽ ധരിച്ചിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ പോലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും ഈ കല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കല്ല് ധരിക്കാൻ പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ കല്ല് ഏതാണ്
ധരിക്കേണ്ടത് ഏത് ദശയിൽ ഏത് കല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രോഗ്രാം നമ്മൾ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ എന്നെ സംശയം ചോദിക്കായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാരുടെ ജന്മനക്ഷത്ര കല്ലുകളും ഓരോ ദശയ്ക്കനുസരിച്ച് കല്ല് മാറണം. പിന്നെ അതേപോലെ തന്നെ പല ആചാര്യന്മാരും സൂക്ഷ്മദശയുടെ കല്ല് നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഏത് ദശ നടക്കുമ്പോഴും ആദിത്യ ദശ കടക്കുമ്പോൾ പോലും അതിലും ഈ 9 ദശകളും സൂക്ഷ്മദശയായിട്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നവരത്ന കല്ല് ഇവർ നിർദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പം നമ്മൾ പറയുന്നത് ഏത് ദശയാണോ നടക്കുന്നത് ആ ദശയുടെ കല്ല് മാത്രം ധരിച്ചാൽ മതി. അല്ലാതെ 2 കല്ല് 3 കല്ലൊക്കെ ഇട്ടിച്ച് പലരും വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും ഇതെന്തിനാന്ന് ചോദിക്കും, പറയാം അത് ആചാര്യം തന്നു, ഈ കല്ലോ ഇത് ഈ ആചാര്യം തന്നു. ഇതിന് ഒരു നെഗറ്റീവ്സ് ഉണ്ട്, അത് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൊവ്വയുടെ ദശ നടക്കുന്ന ചെമ്പവിഴം, ചൊവ്വ ദശ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിച്ച സമയത്തുള്ള ചെമ്പവിഴം ധരിച്ച ഒരാൾ ഈ ശനിയുടെ സൂക്ഷ്മദശ നടക്കുമ്പോൾ ഇന്ദ്രനീലം കൂടി ധരിച്ചു കഴിഞ്ഞാൽ ഈ ശനിയും ചൊവ്വയും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അഗ്നിമാരുത യോഗമാണ്. തീയും കാറ്റും കൂടിയ പോലെ ഒരു ആളിക്കത്തലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ വിപരീത ഫലമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കല്ലെല്ലാം ധരിച്ച് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കല്ലിനോട് ഭ്രമം കയറി നടക്കുന്നവരുണ്ടെങ്കിൽ കല്ല് ധരിച്ചാൽ ആ ദശ ഏതാണോ ആ ദശയുടെ കല്ല് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ശുക്രദശ നടക്കുന്ന ഒരാൾ പുഷ്യരാഗം ധരിച്ചു കഴിഞ്ഞാൽ ഈ വ്യാഴവും ശുക്രനും തമ്മിൽ ശത്രുക്കളാണ്. അപ്പോൾ ഇതെല്ലാം വിപരീത ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നത് കല്ല് ധാരണം വേണ്ട, നമുക്ക് സ്വർണ്ണമോതിരത്തിലേക്ക് ഒതുങ്ങാം. 2 ഗുണമുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക ലാഭവും സാമ്പത്തിക നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ കല്ല് ഇപ്പം എൻ്റെ അടുത്ത് പൂജയ്ക്ക് വന്ന ഒരാൾ 1,40,000 രൂപയുടെ കല്ല് ധരിച്ചിട്ട് അദ്ദേഹം വന്നത്. 1,40,000 രൂപയാണ് ആ കല്ലിൻ്റെ വില. എല്ലാ കല്ലുകളും ഉണ്ടോ? അല്ല, ആകെ ഒരു കല്ല്, ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്, ക്യാരറ്റ് കൂടുതൽ. അപ്പം ഞാൻ ചോദിച്ചത് ധരിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളുടെ ഒരു വിശ്വാസം, എൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്, അതായത് 1,40,000 രൂപ മുടക്കിയ കല്ല് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്ക് ചതിയിലൊന്നും പെട്ടിട്ടില്ല. 1,40,000 എൻ്റെ കയ്യിലുണ്ട്, കല്ല് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇത് തിരിച്ചു കൊടുത്താൽ അത് എടുക്കില്ല, 1000 രൂപ പോലും കിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ചതിയല്ലാതെ വേറെ എന്താവും? അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മൂന്നാമത്തെ കല്ലാണ് ചെമ്പവിഴം, ചൊവ്വയുടെ ദശാകാലം. 4ാമത് വരുന്നത് ഗോമേതകമാണ്. അത് രാഹുവിൻ്റെ ദശാകാലത്തിലുള്ള കല്ലാണ്. ഗോമേതകം രാഹുവിൻ്റെ ദശാകാലത്തെ കല്ലാണ്. അപ്പോൾ ഈ കല്ലിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞങ്ങളിവിടെ ശ്രീകൃഷ്ണ ജ്യോതിഷാലയം ഒരു കാരണവശാലും കല്ലിനെ സജസ്റ്റ് ചെയ്യുന്നില്ല. കല്ല് ധാരണം വേണ്ട എന്ന് മാത്രമേ എപ്പോഴും നിർദ്ദേശിക്കുന്നുള്ളൂ. കല്ലിന് പകരം മോതിര വിരലിൽ സ്വർണ്ണ മോതിരം ധരിക്കുന്നതായിരിക്കും ഉത്തമം. ഏതായാലും സമയക്കുറവ് മൂലം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. ജന്മനക്ഷത്ര കല്ലുകളെ കുറിച്ചുള്ള നവരത്ന മോതിരത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. കൃത്യമായിട്ട് ഭക്ഷണ ക്രമീകരണം നടത്തുക, അതുപോലെ തന്നെ കൃത്യമായ വ്യായാമ മുറകൾ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളിൽ നിന്നും ഇൻക്ലൂഡിങ് BP എല്ലാത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഒരേ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പ്രധാനമായും വല്ലപ്പോഴും കൂടിയെങ്കിലും നമ്മൾ പോയിട്ട് നമ്മുടെ BP ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇതിന് പ്രകടമായ ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ BP ചെക്ക് ചെയ്ത് 140 ആണ് അതിൻ്റെ ഒരു ബോർഡർ ലൈൻ വാല്യൂ. 140 മുകളിൽ നമ്മുടെ BP പോകാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഓർക്കുക, 180 മുകളിലാണെങ്കിൽ നിങ്ങൾ അതീവമായ ക്രൈസിസ് സിറ്റുവേഷൻ ആണ്. 180 മുകളിലാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഒരു ബ്രെയിൻ സ്ട്രോക്ക്, ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക്. ഏതായാലും ഇതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.